അമേരിക്കയിൽ ഒരുപാട് കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ ഐസ് എന്ന് പറഞ്ഞ ഏജൻസിയുടെ നേതൃത്വത്തിൽ ട്രംപിൻ്റെ പടയാളികളായിട്ട് അവർ ഇതേപോലെ അനധികൃത കുടിയേറ്റക്കാരെയും തെറ്റായ രീതിയിൽ രാജ്യത്തെത്തിയവരെയൊക്കെ പിടിച്ച് അകത്തിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെറിറ്റ്, അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് തെറ്റായ രീതിയിൽ പെട്ടുപോകുന്ന ആളുകളുണ്ടെങ്കിലും അതൊരു പ്രശ്നമാണെങ്കിലും, അവിടെ പിന്നെ ട്രംപിൻ്റെ സർക്കാരായതുകൊണ്ട് വംശീയതയുടെ ഒരു എലമെൻ്റ് അതിനകത്തുണ്ടെങ്കിലും, ഈ ഹമാസ് ന് വേണ്ടി യുദ്ധം ചെയ്യാതെ ഒക്ടോബർ 7 ആൾക്കാരെ കൊന്ന ഒരു വ്യക്തി ഉടനെ തന്നെ അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ അല്ലെങ്കിൽ ഒളിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു വാർത്തയാണിത്. അപ്പോൾ ഇതുപോലത്തെ ഒരാളെ അവർക്ക് ഈ അനധികൃതമായിട്ട് അമേരിക്കയിൽ, പ്രധാനമായിട്ട് ഇതുപോലെ ഒരു തീവ്രവാദി, ഒന്നാലോചിച്ചൊക്കെ ഒക്ടോബർ 7 പങ്കെടുത്ത ഒരു തീവ്രവാദി അമേരിക്കയിൽ വന്നിട്ട് അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്.